സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ. കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. കേരള കലാമണ്ഡല കവാടത്തിൽ വെള്ളക്കെട്ടും ചെളിയും. ആദ്യമായി കലാമണ്ഡലത്തിലെത്തിയ ചില വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഗേറ്റ് തൂങ്ങി ദുരിതയാത്ര നടത്തുന്ന ദൃശ്യം പുറത്ത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂര് കലാമണ്ഡലം കേരള കലാമണ്ഡലത്തിൻ്റെ മുന്നിലുള്ള ഭാഗമാണ്. ഇന്നിവിടെ പുതുതായി കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുന്ന ദിവസമാണ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, സർക്കാർ ശമ്പളം പറ്റുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിന് ഫ്രണ്ടിൽ ഈ വെള്ളം ഒന്ന് പോകുന്നതിന് വേണ്ടി ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല. ഈ വരുന്ന കുട്ടികൾക്ക് ഇതിലെ സൗകര്യപ്രദമായി നടന്നു പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ വരേണ്ടതാണ്. ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ആ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ മുന്നിൽ അവസ്ഥ ഇതാണെങ്കിൽ മാനസികമായിട്ട് എത്രത്തോളം ഫീലിംഗാണ് കുട്ടികൾക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ക്ലിയറായി വളരെ ഫലപ്രദമായി ഈ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റിക്കാർക്കോ ആർക്കെങ്കിലും ഇത് മാറ്റാവുന്നതേ ഉള്ളൂ. അവർ സെക്യൂരിറ്റിക്കാരെല്ലാം വളരെ കൃത്യമായി കാഴ്ചക്കാരായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള ആളുകളെന്ന നിലയിൽ. കൂത്തമ്പലത്തിന്റെ മുൻപിലുള്ള ഗേറ്റിൽ വെള്ളവും ചെളിയും കെട്ടിക്കിടക്കുകയും വിഷയം കാവൽക്കാരോട് പറഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ പണിയല്ല എന്ന് പറഞ്ഞതായും പൊതുപ്രവർത്തകനും കൊല്ലം നെടുമ്പന ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഉണ്ണികൃഷ്ണൻ പരാതിപ്പെട്ടു. രാവിലെ വരുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ അകത്തേക്ക് കയറുന്ന ഈ ഭാഗത്ത് വരും ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. അവിടെ കാല് ചവിട്ടി കയറാൻ കഴിയില്ല. നമ്മൾ പുറത്ത് വിട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കയറി അവരോട് ചോദിച്ചു, ഒരു തൂമ്പയെങ്കിലും എടുക്കുക, ഇവിടെ കോടയുണ്ടല്ലോ, ഈ കാണുന്ന ഭാഗത്തെ കോടയുണ്ട്, കോടയിലേക്ക് വെള്ളം വെട്ടി മുറിച്ച് വിട്ടാൽ മതിയല്ലോ. അത് പറയപ്പോൾ അതൊന്നും ഞങ്ങളുടെ ജോലിയല്ല, നിങ്ങളുടെയും ജോലിയല്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് 2 കല്ലെടുത്താണ് അവിടെ കൊണ്ടുവച്ചിട്ട് കാല് ചവിട്ടി അകത്തേക്ക് വരുന്നത്. ഒരു കൽപ്പിത സർവകലാശാലയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അംഗനവാടികളുണ്ട്. അവിടെയൊക്കെ ഇപ്പൊ എത്രയോ ഫലപ്രദമായി കുട്ടികൾ കടന്നു വന്നു. പ്രവേശനോത്സവം വരുമ്പോൾ നല്ല നിലയിൽ കുറ്റപ്പെടുത്തി അതെല്ലാം ചെയ്യുന്നു. ഇതുപോലൊരു വലിയ സാംസ്കാരിക തലസ്ഥാനത്ത് ഇതുപോലെ വലിയ കേന്ദ്രത്തിൽ ഇത്രയും ഒരു വലിയ കാര്യം നടക്കുമ്പോൾ അതിന് വേണ്ട ഒരു മുന്നൊരുക്കം നടത്തിയില്ല എന്നുള്ളത് വളരെ കഷ്ടമായി പോയെന്നുള്ളതാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. മേലെ ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുത്. അതാണ് പറയാനുള്ളത്. പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.